ഹായ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഇല്ലാണ്ട് നമുക്ക് ബേസ് മേക്കപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ ചെയ്യുന്ന ബേസ് മേക്കപ്പ് റുട്ടീനാണ്. എല്ലാ ദിവസവും ഒന്നും ഫൗണ്ടേഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ബേസ് മേക്കപ്പ് റുട്ടീനാണിത്. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ശില്പ, ചാനലിൻ്റെ പേര് ഷിലു ടോക്സ്. കൂടുതലും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. സോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രെപ്പിംഗ് ദ സ്കിൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് പ്രെപ്പിംഗ് ദ സ്കിൻ തന്നെയാണ്. ഇവിടെ ഇന്ന് സ്കിന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പോൺസിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ. വെരി അഫോർഡബിൾ. ഇതിന് എത്ര 239 240 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. വെരി മച്ച് അഫോർഡബിൾ. ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ മോയ്സ്ചറൈസറാണിത്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും സ്കിന്നിലേക്ക്. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, മോയ്സ്ചറൈസ് യുവർ സ്കിൻ. നമ്മൾ നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കൺസീലറാണ്. നമ്മുടെ ഫേസിലുള്ള സ്കാർസ്, കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാവരുടെ ഫേസിലും ഉണ്ടാവും. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസ് ഒക്കെ നമ്മൾ ഒരു കൺസീലർ വെച്ചിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന കൺസീലർ LA ഗേളിൻ്റെ കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ക്രീമി ബീച്ച്, അതാണ് ഷെയ്ഡിൻ്റെ പേര്. ഇത് വളരെയധികം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസീലറാണ്. സോ നമുക്ക് വളരെ കുറച്ച് മതിയാവും. പിന്നെ നമ്മൾ പോകുന്നത് ഒരു നാച്ചുറൽ ലുക്കിംഗ്, അധികം കേക്കി ആവാത്ത ഒരു ബേസ് മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടേക്കാണോ ഇംപെർഫെക്ഷൻസ് ഉള്ളത് അവിടെ മാത്രം ഈ കൺസീലർ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ആപ്ലിക്കേറ്ററും കൂടി ഉണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ അണ്ടർ ഐസ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ കൺസീലർ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ കൺസീലർ നന്നായിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ ബ്ലെൻഡ് ചെയ്യാം. ഇതൊരു ഫുൾ കവറേജ് ബേസ് മേക്കപ്പ് ഒന്നുമല്ല. നമ്മൾ ഡെയിലി വെയറിന് പറ്റുന്ന രീതിയിലുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ലൈക്ക് ബേസ് മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എന്താ പറയുക, കുറച്ച് പാടുകളൊക്കെ പുറത്തേക്ക് കാണുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്കിന്നിലെ ഇംപെർഫെക്ഷൻസ്. സോ ഇറ്റ്സ് ഓക്കെ. നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരു നാച്ചുറൽ ലുക്കിംഗ് ബേസ് മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. കുറച്ച് കൺസീലർ ഞാൻ കണ്ണിൻ്റെ മുകളിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് അവിടെ കുറച്ചൊരു ഡാർക്ക്നെസ് ഉണ്ട്. സോ അവിടെയും കൂടി കുറച്ച് കൺസീലർ ഞാൻ അപ്ലൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൗഡർ ഉപയോഗിച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൗഡർ Maybelline ഫിറ്റ് മീൻ്റെ സെറ്റിംഗ് പൗഡറാണ്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു പൗഡർ ബ്രഷാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ അടിഭാഗത്താണ്. നമ്മളിവിടെ കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്തിരുന്നു. സോ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരുപാട് മടക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ക്രീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അവിടെ ഞാൻ ആദ്യം പൗഡർ അപ്ലൈ ചെയ്യണം. കണ്ണിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിരുന്നു. സോ അവിടെയും കൂടെ നമുക്ക് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ കൂടുതൽ ഓയിലി ആവാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഫേസിൻ്റെ T സോൺ. അപ്പോൾ ഈ മൂക്കിൻ്റെ സൈഡിലോ മൂക്കിൻ്റെ മുകളിലൊക്കെ. സോ അവിടെയൊക്കെ നമുക്ക് കുറച്ച് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. ഇനി ബാക്കി നിങ്ങൾ എവിടെയെങ്കിലും സ്കാർസിൻ്റെ മുകളിലൊക്കെ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ മാത്രം ഒരു ഇത്തിരി പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ വേണ്ട, നിങ്ങൾക്ക് ഫുൾ ഫേസ് സെറ്റ് ചെയ്യണമെന്നാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഫുൾ ഫേസും സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഫുൾ ഫേസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ വലിയൊരു ബ്രഷ് ഉപയോഗിക്കുകയാണ്. ഒരു വലിയൊരു ഫേസ് ബ്രഷ് യൂസ് ചെയ്യാണ്.
എന്നിട്ട് കുറച്ച് ആ സെയിം പൗഡർ എടുത്തിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഐ മേക്കപ്പ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്മോക്ഡ് ഐലൈനറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു കാജലാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡേൻ്റെ മാഗ്നറ്റിക് ഐസ് കാജലാണ്. സോ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്മോക്ഡ് ഐലൈനർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാജൽ എടുത്തിട്ട് നമ്മൾ ഐലൈനർ വരയ്ക്കില്ലേ കണ്ണിൻ്റെ മുകളിൽ, ആ ഏരിയയിൽ ഒരു ലൈൻ വരയ്ക്കുക. അത് വളരെ വൃത്തിയായിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്തായാലും അത് സ്മഡ്ജ് ചെയ്തിട്ട് ഒരു സ്മോക്കി എഫക്റ്റ് കൊണ്ടുവരാൻ പോവാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, തീരെ സമയം എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര പ്രിസൈസ് ആയിട്ടൊന്നുമല്ല എഴുതുന്നത്. ജസ്റ്റ് ഒരു വര വരച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്യാനാണ് പോകുന്നത്. സോ ഒരു കാജൽ എടുത്തിട്ട് നമുക്ക് സ്മഡ്ജ്ഡ് ഐലൈനർ ചെയ്യാം. കാജൽ വരച്ചതിന് ശേഷം ഇതേമാതിരത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് അല്ലെങ്കിൽ ഒരു സ്മഡ്ജിങ് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളരെ എളുപ്പമാണ് ഒരു സ്മോക്ഡ് ഐലൈനർ ചെയ്യാൻ. ഒട്ടും പ്രയാസമില്ലാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഐലൈനറാണ് സ്മോക്കി ഐലൈനർ. ഇത്രേ നമുക്ക് വേണ്ടുള്ളൂ. നമ്മൾ ഇപ്പം നേരത്തെ വരച്ച കാജലൊക്കെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ണും കൂടെ ഒന്ന് ചെയ്യാം. നമ്മൾ രണ്ട് കണ്ണിലും സ്മോക്കി ഐലൈനർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ലൈനിലും കൂടി കുറച്ച് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഔട്ടർ കോർണറിൽ മാത്രം കുറച്ച് കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർണർ ഉദ്ദേശിക്കുന്നത് ഞാൻ വാട്ടർ ലൈനിൻ്റെ ഔട്ടർ കോർണറിൽ മാത്രം കുറച്ച് കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വാട്ടർ ലൈനിൽ വരച്ചിട്ടില്ല, ജസ്റ്റ് ഔട്ടർ കോർണറിൽ മാത്രം കുറച്ച് വരച്ചിട്ടുണ്ട് കാജൽ. ഇനി നമുക്ക് കുറച്ച് മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് മസ്കാര അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ളെങ്കിൽ അപ്ലൈ ചെയ്തോളൂ, ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സ്മോക്കി ഐലൈനർ ചെയ്താൽ തന്നെ കണ്ണ് നല്ല ഭംഗിയാണ് കാണാൻ. ഓക്കെ, ഞാൻ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര മാക്കിൻ്റെ മസ്കാരയാണ്, മാക്കിൻ്റെ ഹോട്ട് ആൻഡ് നോട്ടി 2 ബ്ലാക്ക് ലാഷ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് Etude ഹൗസിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ബ്രഷ് ചെയ്യാണ്. ഐബ്രോസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഇല്ലെങ്കിൽ ഞാനിവിടെ കാർഡായിട്ട് കൊടുക്കാം. അത് കണ്ടോളൂ കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഐബ്രോ മേക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ ചീക്സിന് കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലഷ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്കേൻ്റെ ബ്ലഷ് ഡുവോ ആണ്. ഷെയ്ഡിൻ്റെ പേര് മാലിബു ബാർബി എന്നാണ്. ഇതിൽ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് ഒരു കോറൽ കളറും ഒന്നൊരു പീച്ച് കളറുമാണുള്ളത്, ഒരു പീച്ച് ഷെയ്ഡുമാണുള്ളത്. സോ ഇതിലേതെങ്കിലും ഒരു കളർ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു പീച്ച് ഷെയ്ഡ് ഉപയോഗിക്കാം, കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള കളറാണ്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലഷിൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇനി വൺ മോർ സ്റ്റെപ്പ്, ലിപ്സ്റ്റിക്. ഇതൊരു ഡെയിലി വെയർ മേക്കപ്പ് അല്ലേ, സോ ഒരു ന്യൂഡ് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. എൻ്റെ കയ്യിൽ 2 ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് മേബലിൻ്റെ ക്ലേ ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ന്യൂഡ് ഷെയ്ഡ്, നല്ല രസമുള്ള ഒരു ഡെയിലി വെയറിന് പറ്റിയ ഒരു ഷെയ്ഡാണ്. ക്ലേ ക്രഷ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. രണ്ടാമത്തത് കെ ബൈ കത്രീന, ആ ബ്രാൻഡിൻ്റെ Fraternity എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ദിസ് ഇസ് ഓൾസോ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ഡെയിലി വെയറിന് പറ്റിയൊരു ഷെയ്ഡാണ്. ഐ ഗോ വിത്ത് ദിസ് വൺ. Fraternity എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതും ഞാൻ വളരെ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് സെൻറ്ററിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഞാൻ വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാണ്. ഒരു നാച്ചുറൽ ഫിനിഷ് നമുക്കിങ്ങനെ കൈകൊണ്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ കിട്ടും. ഒരു ഡെയിലി വെയറിനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് അധികം കേക്കി ആവാത്ത രീതിയിലുള്ള
ഒരു മേക്കപ്പ് റൂട്ടീനാണിത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഡെയിലി ഓഫീസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബേസ് മേക്കപ്പ് റൂട്ടീനാണ്. സോ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.